നമ്മൾ തൊട്ട് മുന്നേ എടുത്തിരിക്കുന്നത് തിയറം 7.14 ആണ്. അതിൽ എ പാർട്ടും ബി പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. യു പ്രൂവ് ചെയ്യാണ്. ഇഫ് യു സോൾവ്സ് ദ ന്യൂമാൻ പ്രോബ്ലം then any other solution is of the form v equal to u plus c for c belongs to r. അതായത് രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒരു കോൺസ്റ്റന്റ് ഡിഫർ ബൈ എ കോൺസ്റ്റന്റ്. ഇതാണ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലെറ്റ് u1 ആൻഡ് u2 ബി ടു സൊല്യൂഷൻസ് എടുത്തു. ഇനി ഈ ന്യൂമാൻ പ്രോബ്ലത്തിന്റെ കണ്ടീഷൻസ് എഴുതി, ഇതിന്റെ ഡിഫറൻസ് എഴുതി, w is equal to u1 minus u2 എഴുതി, ഡെൽറ്റ w is equal to ഡെൽറ്റ u1 minus ഡെൽറ്റ u2 0 ആയി മാറി. ഇനി ഇവിടുന്ന് ലാസ്റ്റ് കണ്ടീഷൻസ് നമ്മൾക്ക് എന്തൊക്കെ കിട്ടുക? ഡെൽറ്റ w is equal to 0 on d ആയി, ദാറ്റ് ഈസ് w is harmonic in d ആയി, ഡോ w by ഡോ n is equal to 0 and boundary of d ആയി മാറി. ഓക്കെ, ഇനി ഗ്രീൻസ് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു. ഗ്രീൻസ് ഐഡന്റിറ്റി 3 അപ്ലൈ ചെയ്യുന്നു. നേരത്തെ അതേപോലെ തന്നെ 3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ ഡി ഡെൽറ്റ യു ഡോട്ട് ഡെൽറ്റ വി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ബൗണ്ടറി ഓഫ് ഡി വി ഇൻറ്റു ഡോ യു ബൈ ഡോ എൻ ഡി എസ് മൈനസ് ഇന്റഗ്രൽ v into delta u into dx dy on the boundary of, here it is d. Okay, ini put u equal to v equal to w. Okay, appo idu endai maarum? This is equal to integral over d നേരത്തെ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ delta w whole square into dx dy is equal to integral over boundary of d w into dou w by dou n ds minus integral over d w into delta w into dx dy. delta w 0 ആണ്, അപ്പോൾ ഇത് 0 ആയി മാറി. dou w by dou n ഉം എന്തായി? 0 ആയി. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി 0 ആയി. 0 ആണെങ്കിൽ എന്ത് വരും? delta w is equal to എന്ത് കിട്ടും? 0 കിട്ടും, which implies w is constant in d. Okay, w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? w is u1 minus u2 ആയിരുന്നു. w is equal to u1 minus u2 which is a constant. c is a constant. C belongs to r. Therefore, u1 equal to u2, u1 equal to u2 plus c. Okay, so we have the theorem 7.14 complete ആയി. A പാർട്ടും ബി പാർട്ടും സി പാർട്ടും സോൾവ് ചെയ്തു. Okay, thank you.